ഹലോ ഗായ്സ്. ഹലോ ഗൈസ്. സോ അങ്ങനെ സെക്കൻഡ് ഡേ നമ്മളിവിടെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. പൂളി ചാടണം എന്നുള്ള ഇതിൽ ഇരിക്കാൻ പക്ഷെ കൊടുക്ക തണുപ്പ് പോലില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മൾ ചാടിക്കഴിഞ്ഞാൽ തണുപ്പ് അറിയത്തില്ല. കാലൊക്കെ ഇട്ട് തണുപ്പും നോക്കിയിരിക്കുകയാണ്. നല്ല വെയിലായി, ചുറ്റിലും കാണും. നടുക്കൊരു പൂളും. ചാട് ഇറങ്ങ്. തള്ളിയിട്ട് വരും. ഇവിടെ ഒറ്റ ചാട്ടം. കുറച്ച് ചാട് ഷാജുവിന് ഭയങ്കര ലുക്കൊക്കെ ആയിട്ട് ഇറങ്ങിയൊക്കെയാണ്. വഴി എങ്ങോട്ടായിരുന്നടി? ഇന്നലെ രാത്രി വന്നോണ്ട് വഴിയൊന്നും അറിയാൻ വയ്യ. അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ പ്ലാൻ ഇന്നത്തെ ദിവസം മസാജ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ബുക്ക് ചെയ്തിട്ട് നേരത്തെ ബുക്ക് ചെയ്യണം കേട്ടോ. ഭയങ്കര പാടാട്ടോ മസാജ് കിട്ടാൻ വേണ്ടി. നേരത്തെ ബുക്ക് ചെയ്യണം ഇവിടെ, ഇല്ലേ കിട്ടതേ ഇല്ല. ഞാൻ 5 മെസ്സേജ് അയച്ച്, റിപ്ലൈ ഒന്നും ഇല്ല. നോക്കാം. ചൂടുണ്ട്, 11 മണിയായി. നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഒന്ന് ഇറങ്ങി സെയിം നാട്ടിലെ അവസ്ഥ. ഇതൊന്നും ഓൾറെഡി വഴി നമ്മൾ ഇങ്ങനെയൊന്നും വന്നില്ലല്ലോ. ഇന്നലെ വഴിയേറ്റിപ്പോയി ഗൈസ്, വഴിയേറ്റിപ്പോയി. എന്നാൽ രാത്രി 1 മണിക്ക് വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ എങ്ങനെയാണ് രാത്രി അങ്ങോട്ട് റൂമിൽ പോയെന്ന്. സോ നോക്കി വെക്കണം. എനിക്ക് ഓർമ്മയില്ല. ഇതൊന്നുമല്ല, അവൻ എന്താ ചോദിക്കാം. ഓക്കെ ചേച്ചിയാണ് നമ്മളെ സ്കൂട്ടി. ചേച്ചി നമ്മൾ സ്കൂട്ടി എടുക്കുകയാണ്. ഷാരു നമ്മളെ വയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടത്തെ തോട് നോക്കാനുള്ള സ്ഥലം, കാണാനുള്ള സ്ഥലം. അങ്ങനെ ഞങ്ങളെ ബാലിയിലെ സെക്കൻഡ് ഡേ ആണ്. നമ്മൾ അവിടെ നിന്നൊരു സ്കൂട്ടിയൊക്കെ റെന്റിന് എടുത്തിട്ട് നമ്മളിങ്ങനെ ബാലി സ്വിങ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബാലിയിലോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബാലി സ്വിങ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെയൊക്കെയുള്ള ഒട്ടുമിക്ക റിസോർട്ടിനകത്തുനിന്ന് നമുക്ക് ബൈക്ക് റെന്റിന് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ക ടൂറിസ്റ്റ് ഏരിയ ആണല്ലോ ബാലി എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടായിരിക്കും അവിടെ എല്ലായിടത്തും കിട്ടുമായിരുന്നു. റോട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇത് ഓട്ടിച്ച് ഇങ്ങനെ വൈ പിടിച്ച് പോകാൻ നല്ല രസമായിരുന്നു. പക്ഷെ ആ തോന്നിയൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂട്ടിയൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷെ ഈ കാറുകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ടാണ് ഇങ്ങനെ പോകണം. നമ്മൾ അവന്മാരുടെ ബാക്കിൽ പെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പെട്ടതാണ്. അങ്ങനെ അപ്പൂച്ചി അവന്മാരെയൊക്കെ ചീത്തയും വിളിച്ചപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. സ്കൂട്ടർ റെന്റിനെടുക്കാനായിട്ട് ബാലിയിൽ ഒരു 1.5 ലക്ഷം രൂപയായിരുന്നു ആയത്. 1.5 ലക്ഷം രൂപ ഒരു ദിവസത്തേക്ക്. അത് കേൾക്കുമ്പോൾ ഞെട്ടും. പക്ഷെ എന്നാൽ നാട്ടിലെ ഒരു 800 അറൗണ്ട് ഒരു 800 രൂപയൊക്കെ ആയിരുന്നു ആയത് ഒരു ദിവസത്തേക്ക്. കോഫി ബീൻ അതാണ്ട് ഇതാണ് സാധനം. ഇതിന്റെ ഇതാണ് അതിനെ കാണാം. ശരി ഉറങ്ങുക. തുറന്ന അതോട്ടോ, കടിക്കരുത്, കടിക്കരുത് ചിലപ്പോ. അങ്ങനെ നമ്മള് ബാലി സ്വിങ് ചെയ്യാൻ പോയാണ്. ഷാരുവിനെ കണ്ടു. ഷാരു ഡ്രസ്സൊക്കെ മാറി, എന്റെ കുറെ പൈസയും പോയി. അങ്ങനെ നിൽക്കുകയാണ്. എങ്ങോട്ടടി പോലെ ഫുൾ പാക്ക് വെച്ചിട്ടോ നോക്കാം. അങ്ങോട്ടാണ് പോലെ ഓക്കോ ഓക്കോ. ആരാ തിരിഞ്ഞു നോക്കിയേ, എന്തിനാണിക്കുന്നത്? തിരിഞ്ഞു നോക്ക്. കാര്യം അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത്
ബാലി സ്വിങ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അവിടെ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ആഗ്രഹം ബാലി സ്വിങ് തന്നെ ചെയ്യണം, വേറെ ഒന്നും ചെയ്യണ്ട. സോ ഞാൻ പറഞ്ഞു ചെയ്തോ. ഫുൾ ഡ്രസ് അപ്പൊക്കെ ആയിട്ട് ചെയ്തേക്കുന്നു. ഇന്ന് ക്യാമറമാൻ വെയിലൊന്നടി. വെയിൽ വന്ന് ഇടയ്ക്ക് വെയിൽ വരും, ഇടയ്ക്ക് വെയിൽ പോവും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന വെയിലുണ്ടായിരുന്നു. ആ എണ്ണം ചെയ്യുന്ന സാധനമാണോ നമ്മൾ ചെയ്യാൻ പോണത്? എനിക്കറിഞ്ഞൂടാ. ഷാരൂമ്മ ചേച്ചിമാര് ഈ ബാലി സ്വിങ് ചെയ്യുന്നതും കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലിങ്ങനെ വെക്കണം, കൈ അങ്ങനെ വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കോക്ക് ഓർഡർ ചെയ്ത് ജ്യൂസ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. പേടിയുണ്ടടി? ഇത് കണ്ടപ്പോ ചെറുതായിട്ട് പേടി ഉണ്ടാകുന്നൊരു സംശയം. പേടിയാണ് ഊഞ്ഞാലാടുമ്പോ ഉണ്ട്. നല്ല ആളല്ല, ചെറിയ ആള്. കുറച്ചും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. ഞാൻ നോക്കാം. എന്റെ ഫോട്ടോഗ്രാഫി അറിയാമല്ലോ. എന്നാലും എടുത്തേരെ. എങ്ങാനും 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 നല്ല ഫോട്ടോ കിട്ടിയാലോ. നോക്കാം. അങ്ങനെ ഷാരു കയറാൻ പോവുകയാണ്. നെക്സ്റ്റ് ഷാരുവാണ് ഓടിച്ചോണ്ടിരിക്കുക. ഷാരുവിനെ അവര് മര കയറ്റുകയാണ്. ഫൈനലി ഞാൻ ബാലി സ്വിങ് ചെയ്യാനായിട്ട് പോവുക. അപ്പം അവിടെ 2-3 സ്പോട്ട് ഉണ്ടായിരുന്നു കപ്പിൾസിന് വേണ്ടിയിട്ടും, പിന്നെ ഒരു വലിയതും പിന്നെ ഒരു ചെറുതും. ഞാൻ ചെറുതിലാണ് കയറിയത്. വലിയതിൽ കയറാൻ വേണ്ടിയിട്ടാണെന്നെങ്കിൽ 2 മണിക്കൂർ ഇവിടെ ക്യൂ നിൽക്കണമായിരുന്നു. അപ്പം അത്രയും സമയം ചുമ്മാ വേറെ കളയണ്ട, നമുക്ക് ഫോട്ടോ എടുത്താൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ചെറുതിലാണ് കയറിയിട്ടുള്ളത്. മാത്രമല്ല അവിടെ മഴ വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ അവര് തന്നെ പറഞ്ഞു നമ്മൾ 2 മണിക്കൂർ നിന്ന് കഴിയുമ്പോൾ മഴയാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടത്തില്ല. താഴെ അത്ര ആദ്യമല്ലടി. ആ ഫോട്ടോഗ്രാഫർ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഷാരൂമ്മയുടെ ബാലി സ്വിങ് കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഇല്ലില്ല. അങ്ങനെ ബാലി സിംഗ് കണ്ട് ശരണ വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ബാലി സിംഗ്? പേടിയായ? ആദ്യം സ്റ്റാർട്ടിങ് ചെറുതായിട്ട്, പിന്നെ ഞാൻ ഫോട്ടോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. പുറത്തിട്ടാണോ ചെയ്തിട്ട്? ഫോട്ടോ കണ്ടിട്ട് നോക്കാം. നല്ല ഫോട്ടോ, എന്റെ ഫോൺ എടുത്ത ഫോട്ടോ കണ്ടാ? ഇഷ്ടപ്പെട്ടാ? ഹാപ്പി ആയ? ഇനി നമ്മളിവിടെ കുറച്ച് കറങ്ങി നടന്നിട്ട് എവിടെ പോണം? ലവൂല പോകാൻ പറ്റും. പോവാം. മറ്റേ ഇതില്ല നഞ്ചനമ്മച്ചൊക്കെ ഇരുന്ന മറ്റേ കിളിക്കൂട്. കിളിക്കൂടിലൊക്കെ കയറണമെങ്കിൽ പിന്നെ നമ്മൾ വേണോ? ഇതൊക്കെ എല്ലാം അവിടെ പോയി നോക്കാം. കളിക്കുന്നാലേ അവിടെ ഇതായി. കോറ നടക്കണം, അത് മൊത്തം ഇറങ്ങി വന്നു നമ്മള് അല്ലേ? ഫുള്ള് അവിടെ നിന്ന് നടന്ന് ഇവിടെ കൊള്ളല്ലേ ശരുമാ. വേറെ നടക്കാണ്ട് ഒരു ദിവസം മൊത്തം കാണാണ്ട്. ചേച്ചിനെ ആ ചേച്ചി ഗൈസ് നമ്മൾ തിരിച്ചു പോകാൻ പോവുകയാണ് ഗൈസ്. എല്ലാം കണ്ട ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്വാമി ഏതാശ്രമത്തിലെയാ? തളർന്നുപോയി. പോണോക്കെ ശിവഗിരി മഠത്തിൽ ഇറങ്ങിയതൊക്കെ വരിക. പിന്നെ ഇതൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഇവിടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നല്ല ഇതുപോലത്തെ പാലങ്ങളും കിളിക്കൂടുകളും അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ
ഞാൻ അതിലെല്ലാം കയറിയിരുന്നു, ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് കറങ്ങി കുറെ നേരം നടന്നു. കേറി വാ സ്വാമി. അങ്ങനെ നമ്മൾ ഷാരു ഡ്രസ്സ് തിരിച്ച് അവളുടെ ഡ്രസ്സ് തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. ബാക്ക് ടു ഹർ ഓൺ കോസ്റ്റ്യൂം. അങ്ങനെ സ്വാമിക്ക് വിട വാങ്ങി നമ്മളങ്ങനെ ലുവ കോഫി കുടിക്കാന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് ഇവിടെ. ലുക്ക അങ്ങനെ ലുവ എന്ന് പറഞ്ഞൊരു കോഫിയാണ്, ഭയങ്കര ഫേമസ് കോഫിയാണ്. മറ്റേ റക്കൂണിന്റെ അപ്പീന്ന് അവർ ഇതാക്കി എടുക്കുന്ന സാധനമാണ് ആക്ച്വലി. അല്ല, പ്യൂർ ഹൈജീനിക് ആണെന്നൊരു പറഞ്ഞവർക്ക് ആദ്യം കാണിച്ചു തന്നായിരുന്നു നമുക്ക് കുറെ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ. എന്തായാലും ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നു, അത്രേ ഉള്ളൂ. നീ ട്രൈ ചെയ്യോ? ഞാൻ ട്രൈ ചെയ്യാന്ന് വെച്ചു. നമുക്ക് എന്തും ട്രൈ ചെയ്യാൻ പറ്റും, നമ്മളെ കളിക്കാതെ ഒന്നും കളിക്കാം. അപ്പോൾ അതിന് വെയിറ്റിംഗ് ആണ് ഇരിക്കുക. തെങ്ങ് പക്ഷെ വയലില്ല. അങ്ങനെ കുടിക്കാൻ പോവുക. ഓണാക്കണ്ടല്ലോ അപ്പിയുടെ ഓണമെന്ന്. അപ്പിയുടെ വേണം. കുടിക്കേ ഇളക്കിക്കൊണ്ടിരിക്കാതെ. ചൂട് ഒരു ജീവിയുടെ അപ്പി ഇളക്കി പൊടിച്ച സാധനം കുടിക്കാൻ വേണ്ട. നോ നോ കുടിച്ചു. അത് നമ്മളെ കാർത്തിക് സൂര്യ കണ്ടുള്ളതാണ്. മറ്റേ പ്രേം ജ്യൂസില്ലേ, ജ്യൂസല്ല, മറ്റേ പ്രേമിന്റെ ഡ്രിങ്ക്, അത് കുടിച്ചിട്ട് ഇതെന്താ ടേസ്റ്റ് അങ്ങനത്തെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? കോഫി, സാധാ കോഫി, നോർമൽ കട്ടിയുണ്ട്. അത് അപ്പിയുടെ കട്ടിയാ. കൊള്ളാവോ? കാപ്പി സാധാരണ നോർമൽ നാട്ടിൽ കിട്ടുന്ന കാപ്പി, മുളക് കാപ്പി. ഓക്കെ, ഇല്ല വേണ്ട വേണ്ട ഇല്ല വേണ്ട. ഒരു സിപ്പടി അടി കുടിച്ചത് ചെറിയ ചൂട് മാറാത്തത് എത്ര ഇവിടെ കണ്ട ജീവിയുടെ കൂട്ടിയടി കുടി ആന്തരി മോന്ത. കുടിച്ചിട്ടില്ല അന്തരി മോന്ത. കൊള്ളാതെ കുഴപ്പമൊന്നുമില്ല. ഉത്സവമാണോ? ഇത് എഴുന്നള്ളത്ത് വരാൻ കാത്തിരിക്കുന്നുണ്ട് പിള്ളേർ. ചെണ്ടക്കൊട്ടൊക്കെ ഈ കണ്ടില്ല എഴുന്നള്ളത്ത്? ഇല്ല. എഴുന്നള്ളുണ്ട്. നമ്മൾ എഴുന്നള്ളത്ത് കാണാൻ പോവുകയാണ്. ഇവിടെ എഴുന്നള്ളത്തുണ്ട്. കൊടിമരം പോലെ എന്തോ തൂക്കിയിട്ടേ. അങ്ങനെ നമ്മൾ അടുത്തത് ഒരു കപ്പിൾ മസാജ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ പോണ വഴിക്കാ കണ്ടത് എല്ലാരും നമ്മളെ നാട്ടിലെ അച്ഛനൊക്കെ ഉടുക്കുന്നിടക്കത്ത് കയ്യിൽ എടുത്തോണ്ട് പോവാ, ചേച്ചിമാരും അണ്ണന്മാരും എല്ലാരും. എനിക്ക് തോന്നുന്നു നമ്മളെ നാട്ടിലെ സാരി പോലത്തെ എന്തോ ഒരു ഡ്രസ്സാണ് അത് അവരുടെ. പിന്നെ ഈ റോട്ടിന് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇങ്ങനെ അപ്പുറം ഇപ്പുറം എന്തോ ഓല കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മസാജ് സ്ഥലം കളായിരുന്നു. ഫുൾ ബോഡി ഉറങ്ങിയ ചായ കണ്ടല്ലോ. റിലാക്സേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് തമ്മാൻ ദഡാരി എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലോട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കുവാണ്. സൂപ്പർ റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡാണ് നാസിഗോരി എന്ന് പറയുന്നത്. ഞാനൊരു ചിക്കൻ നാസിഗോരി ഓർഡർ ചെയ്തത്. അവൻ ഓർഡർ ചെയ്തത് ഒരു മിക്സ് ആയിരുന്നു, എല്ലാം കൂടെ അതിനകത്ത് എഗ്ഗും പ്രോൺസും ഫിഷ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് റൂമിലോട്ട് പോയി. റൂമിൽ ചെന്നിട്ട് പിന്നെ കിടന്നുറങ്ങാനൊക്കെ പ്ലാൻ ഇട്ടതായിരുന്നു. പക്ഷെ പിന്നെ നമ്മള് ഒന്ന് പൂളിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ച് വൈബാവാന്ന് വിചാരിച്ച്. ഞാൻ ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പൊ ഈ രാത്രി കൂടെ ആകുമ്പോഴത്തേക്കും പകല് ചൂടാണെങ്കിലും അവിടെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയായിരിക്കും. അപ്പൊ രാവിലെ ചൂടും ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്കും മഴ, അങ്ങനെയായിരുന്നു അവിടെ എപ്പോഴും. അപ്പൊ നമ്മള് ഞാൻ ഇറങ്ങിയതില്ലെന്ന് പറഞ്ഞിരുന്നില്ല. ലാസ്റ്റ് ഇവരെ എന്നെ പുളി തള്ളിയിട്ട്. അങ്ങനെ പിന്നെ നമ്മളവിടെ പാട്ടൊക്കെ ഇട്ട് വൈബായി ഡാൻസ് ഒക്കെ കളിച്ച് കുറേ നേരം ഇങ്ങനെ പൂളില് എൻജോയ് ചെയ്തിട്ട് കുറെ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മളെ ബാലിയിലെ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയല്ല. ഓക്കെ, ബൈ.